വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. അവർക്ക് ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നോട്ടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ പോവുകയാണ്, അടയ്ക്കാൻ പോവുകയാണ്. ISL അടുത്ത മാസം സെപ്റ്റംബർ 13 ആരംഭിക്കാനിരിക്കുകയാണ്. അതിനുള്ളിൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുകയും ചെയ്യും. അതിനുള്ളിൽ വിദേശ താരങ്ങളൊക്കെ സൈൻ ചെയ്ത് കൂട്ടേണ്ട ഉണ്ട് എല്ലാ ടീമുകൾക്കും. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സൈനിങ് കൂടി അവസാനമായിട്ട് വരാനുള്ള ഒരു വിദേശ താരമാണ്. അത് സ്ട്രൈക്കർ തന്നെയാണ്. ദിമിത്രോസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. ആ താരത്തിന് ദിമിത്രോസിൻ്റെ പകരക്കാരനായി വരാൻ പോകുന്ന താരത്തിനെ കുറേ ദിവസമായി ആരാധകർ ദിവസങ്ങളും മാസങ്ങളുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിനെപ്പറ്റിയൊന്നുമില്ല. അതിനെതിരെ ബ്ലാസ്റ്റേഴ്സിനെതിരെ മഞ്ഞപ്പട വരെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഒരു അൺഒഫീഷ്യൽ റൂമർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം വിശ്വസനീയമെന്ന് പറയാം. ഒരു റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ സൈനിങ് കംപ്ലീറ്റ് ചെയ്തതായി ഒഫീഷ്യലായി അറിയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൈനിങ് നടന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ ലഭിക്കുമെന്നാണ് അൺഒഫീഷ്യലായിട്ട് കുറച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്വിറ്റർ പേജുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ അറിയാൻ സാധിക്കുമെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടു തന്നെ അറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉടനോട്ടൊക്കെ ഇഷ്ടപ്പെട്ട് അയക്കാൻ മറക്കണ്ട. മറ്റൊരു താങ്ക്സ് ഫോർ വാച്ചിങ്.